ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പാൻ കാർഡിനെ കുറിച്ചുള്ളൊരു ഇൻഫർമേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ മാസം മിനിസ്ട്രി ഓഫ് ഫിനാൻസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യയിൽ 11.5 ലക്ഷത്തിൽ പരം പാൻ കാർഡുകൾ ഡിലീറ്റ് ചെയ്യുകയോ ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസണായിട്ട് ഗവൺമെൻറ് പറയുന്നത് പല ആളുകളും ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാർഡുകളാണ് ഡിലീറ്റ് ചെയ്യുകയോ അതുപോലെ ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 272B പ്രകാരം ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കരസ്ഥമാക്കുന്നത് 10,000 രൂപ വരെ ഫൈൻ ലഭിക്കുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒന്നിലധികം പാൻ കാർഡ് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റായി സറണ്ടർ ചെയ്യണമെന്നും ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പാൻ കാർഡുകൾ ഡിലീറ്റ് ആയിട്ടുണ്ടോ അതോ ആക്റ്റീവ് ആണോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അതിനു മുൻപായി ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവും ടെക്നോളജി സംബന്ധമായ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സൗജന്യമായി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടുകൂടി തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഈ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ പാൻ കാർഡ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫില്ലിംഗ് എന്നുള്ള ഈ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്നും ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മെനുവിൽ നിന്ന് നോ യുവർ പാൻ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ സർനെയിം, അതായത് നമ്മുടെ പാൻ കാർഡിൽ കൊടുത്ത സെക്കൻഡ് നെയിം മിക്കവാറും ഇനീഷ്യലായിരിക്കും കൊടുത്തിരിക്കുക, അത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. അതിന് താഴെയായിട്ട് മിഡിൽ നെയിം ഫസ്റ്റ് നെയിം ഒന്നും ആവശ്യമില്ല. മൂന്നാമത്തെ സ്റ്റാറ്റസ് ഓപ്ഷനിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. തുടർന്ന് മെയിൽ ഓർ ഫീമെയിൽ അത് സെലക്ട് ചെയ്യുക. അതിന് താഴെയായിട്ട് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കലണ്ടറിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ പാൻ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്കൊരു OTP വന്നിട്ടുണ്ടാവും. ആ OTP നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പാൻ കാർഡിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും ലാസ്റ്റായിട്ട് ആക്റ്റീവ് എന്നാണ് കാണുന്നത്. അത് നമ്മുടെ പാൻ കാർഡ് ആക്റ്റീവ് ആണെങ്കിൽ ഇതുപോലെ ആക്റ്റീവ് എന്ന് കാണിക്കും. ഇല്ലെങ്കിൽ അത് ഡീആക്ടിവേറ്റോ ഡിലീറ്റഡ് ആണ് എന്താ വെച്ചാൽ അതിൻ്റെ സ്റ്റാറ്റസ് ആയിരിക്കും കാണുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാൻ കാർഡ് വാലിഡേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ചെറിയ അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ദിസ് ഇസ് നൗഷാദ് സൈനിങ് ഓഫ്.